പക്ഷേ ഈ 24-ൽ തന്നെ ഇപ്പൊ നമുക്ക് പുറത്തുനിന്ന് ഓഫറുകളൊക്കെ വന്നാലും അവിടെ നിലനിൽക്കുന്നതിന്റെ ഒരു കാര്യം SKN സാറാണ്. സാറ് തരുന്ന ഒരു പോസിറ്റിവിറ്റി. ഇപ്പൊ നമ്മൾക്ക് തന്നെ അറിയാം എത്രയോ ജനങ്ങളെ ആ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഷോയിലൂടെ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാനുള്ള ഒരു കഴിവ് അത് ചെറിയ കാര്യമല്ല. അതെല്ലാവർക്കും പറ്റില്ല. അതെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഈ പറയുന്ന ഫോക്കസും എനർജിയും കൊടുക്കുന്നതിന്റെ ഒരു കാര്യം അദ്ദേഹം ലഹരി ഉപയോഗിക്കാറില്ല. സാറ് ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗിക്കത്തില്ല. സാറിന്റെ ലഹരി അല്ലെ പാഷൻ എന്ന് പറയുന്ന ഈ ജോലിയാണ്. രാവിലെ അതിനകത്ത് വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സമയം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതേസമയം വൈകുന്നേരം പോയി രണ്ടടിച്ച് ബോധമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അടുത്ത ദിവസത്തേക്ക് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനുണ്ടാവില്ല, തളർന്നു കുത്തിയായിരിക്കും വരുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. അദ്ദേഹം പുതിയ പുതിയ ആശയങ്ങളാൽ ഇൻസ്പയർഡ് ആയിട്ട് ലഹരി ഉപയോഗിക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നല്ല ഫോക്കസ് കിട്ടും. അപ്പൊ ഞാൻ എപ്പോഴും പുതിയ തലമുറയോട് പറയുന്നവരോ, ഞാനും ലഹരി ഉപയോഗിക്കാത്ത ഒരാളാണ്. കാരണം എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത ഒരു പ്രോമിസ് ആണ് അത്. ഇന്ന് അമ്മ ജീവിച്ചിരിപ്പില്ല. പക്ഷെ ഞാൻ മരിക്കുന്നത് വരെ ഞാൻ ലഹരി ഉപയോഗിക്കില്ല. ഉപയോഗിക്കാത്തത് കൊണ്ട് എനിക്കുള്ള ഒരുപാട് മെച്ചമുണ്ട്. എനിക്ക് അഡീഷണൽ സമയം കിട്ടുന്നുണ്ട്. എന്റെ മുന്നിലിരിക്കുന്ന ഒരാളിനോട് വളരെ നല്ലത്. അപ്പൊ നമുക്ക് രണ്ടുപേര് സംസാരിക്കുമ്പോൾ ഒരാൾ ബോധമില്ലാതെ സംസാരിക്കുകയും അപ്പൊ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിനോടുള്ള എന്തൊരു ഡിസ്റെസ്പെക്ട് ആണത്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് അതാണ്. ഇപ്പൊ ഞാൻ അപ്പൊ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ചെയ്യും, പക്ഷെ ഉപയോഗിച്ചതിന് ശേഷം എന്നോട് സംസാരിക്കരുത്. അതാണ് എന്റെ ഒരു പോളിസി. അത്തരത്തിലൊരു കമ്പനിയിൽ പോയിരിക്കാനും എനിക്ക് പറ്റില്ല. അപ്പൊ സാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശ്രദ്ധിക്കുമ്പോൾ സാറിന്റെ ഹെൽത്ത് എല്ലാവരും ചോദിക്കാറുണ്ട്, എന്തായി സാർ ഇത്രയും യങ് ആയിട്ടിരിക്കുന്നത്, ഇത്രയും എനർജി എങ്ങനെയാണ്, അതെ ഇങ്ങനെ നിൽക്കുന്നത് എന്താണ്.